ഇന്ന് നമുക്ക് കൊല്ലം വാടി ബീച്ചിലേക്കൊന്ന് പോയാലോ? എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഡോക്ടർ രാജു സ്യൂസൻ മെസ്സേജിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇതാ നമ്മുടെ വാടി ബീച്ചാണ്. നോക്കൂ, എത്ര ബോട്ടുകളാണ് ഫിഷിങ്ങിന് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നത്. ഇത് അവര് വലയിൽ പിടിക്കും. അതിനുവേണ്ടി അവർക്ക് പ്രത്യേകം 3D ക്യാമറയുണ്ട്. ഈ ക്യാമറയുടെ ലൈറ്റ് കത്തിക്കുമ്പോൾ അവർക്ക് സ്ക്രീനിൽ മീൻ എവിടാണെന്ന് മനസ്സിലാക്കാനും അവിടെ വല വീശാനുമായിട്ട് അവർക്ക് പറ്റും. പണ്ട് ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ 3D ക്യാമറ ഉപയോഗിച്ചിട്ടാണ് അവർ പിടിക്കുന്നത്. ക്യാമറ ഞാൻ പിന്നെ കാണിക്കാം. ഇത് കൊതുമ്പ് വള്ളങ്ങളല്ല, ഇതിനെല്ലാം മോട്ടോറുണ്ട്. പെട്രോളും ഡീസലും വെച്ചിട്ടാണ് ഇവ ഓടുന്നത്. ഓടി കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. ഈ മതിൽക്കെട്ട് നിങ്ങൾ കണ്ടോ? ആ മതിൽക്കെട്ട് കടല് ഇറച്ച് കയറാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ മതിൽക്കെട്ട് പണിതിരിക്കുന്നത്. അപകടങ്ങളൊക്കെ കുറയുവാനും ഒക്കെയാണ്. ഒരു ബോട്ടില് എല്ലാവിധ സംവിധാനങ്ങളും കാണും. അവിടെ ചിലപ്പം ഫ്രിഡ്ജ് കാണും, തെർമോക്കോൾ കാണും, തെർമോക്കോൾ ബോക്സ് ചീത്തയാകാതിരിക്കാൻ. പിന്നെ അവർക്ക് ഈ ക്യാമറയുടെ സഹായത്തോടു കൂടി ഇതിനകത്തെ എല്ലാം കാണാനായിട്ട് പറ്റും. ഇവരെ കടലിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് നീന്താനൊക്കെ വളരെ നന്നായിട്ട് അറിയാം. കടലിലാണ് അവരുടെ തുണ. ഇതിനാണ് 3D ക്യാമറ എന്ന് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒരു പിക്ചറാണ് നിങ്ങൾ അല്പത്തെ കണ്ടത്. അതിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് മീനുകൾ വരുന്നതായിട്ട് കാണാം. അപ്പോൾ അവിടെ നോക്കി വല വിരിച്ചാൽ, ഇതാണ് ആ സീൻ. അവിടെ നോക്കി വല വിരിച്ചാൽ നമുക്ക് ഒരുപാട് മീനെ കിട്ടും. ഇഷ്ടം പോലെ മീനുകളും എല്ലാം കൂടെ നമ്മുടെ വലയിലായിരിക്കുകയാണ്. എന്നാൽ ആ വലയിൽ നിന്ന് ഇത് വേർതിരിച്ചെടുക്കേണ്ടി വരും. അയലകളിൽ ഇത്രയും, അതുപോലെ മത്തി ഇത്രയും. ഈ മത്തിയുടെ ഇതാണെങ്കിൽ കുറച്ച് ആഴത്തിൽ വീശിയാൽ മതി. പക്ഷേ വലിയ മീനുകളൊക്കെ വേണമെങ്കിൽ വളരെ വലിയ ആഴത്തിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള മീൻപിടുത്തമുണ്ട്. മുകളിലെ മീൻപിടുത്തം, മധ്യസ്ഥ സ്ഥലത്തെ മീൻപിടുത്തം, അതുപോലെ ഏറ്റവും ഡീപ്പിലായിട്ട് പോകുന്ന മീൻപിടുത്തം. ഒരു ചൂണ്ടയാണ് ഇത് ഇടുന്നത്. നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് ഫ്രിഡ്ജെല്ലാം നിങ്ങൾക്ക് കാണാം. അതുപോലെ ഇവിടെ ഡീസൽ അവർ കൊണ്ടുപോകുന്നുണ്ട്. അതുമാത്രമല്ല, തെർമോക്കോൾ ബോക്സ് നിങ്ങൾ കാണുന്നില്ലേ? ആ തെർമോക്കോൾ ബോക്സ് മീൻ കേടാകാതിരിക്കാനും ഒക്കെയാണ് കൊണ്ടുപോകുന്നത്. ഇത് വാടി കടപ്പുറമാണ്. കേരളത്തിലെ വലിയൊരു ഫിഷിംഗ് സെൻ്ററാണ്. അവരെ നീണ്ടകരയും കൊണ്ട് നീണ്ടകരയും ഇറക്കുന്നുണ്ട്. ഇതാണ് അവിടെ നങ്കൂരമിട്ടൊരു കപ്പലാണ്. ഈ കപ്പല് എന്തോ ചരക്ക് ഗതാഗതവുമായിട്ട് കൊല്ലം ബീച്ചിൽ വന്നതാണ്. അപ്പോൾ കപ്പല് നേരിട്ട് കാണണമെങ്കിൽ അവിടെ ചെല്ലണം. ഈ മനുഷ്യനാണ് എന്നോട് എല്ലാം പറഞ്ഞു തന്നത്. അവരുടെ ജീവിതം എന്ന് പറയുന്ന കടലിൻ്റെ മക്കളെന്ന് പറയാം. ഏത് സമയവും കടലിലാണ് അവരുടെ ജീവിതം. കടലിൻ്റെ മക്കളെന്ന് വേണമെങ്കിൽ അവരെ വിളിക്കാം. അങ്ങനെ കടലിൻ്റെ മക്കളെ വിളിക്കാം. അവരൊക്കെ ജനിച്ചു വളർന്നത് ഈ കടലിലാണ്. അങ്ങനെ അവർക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ചില സമയം പെരുത്ത മീൻകൂട്ടം കിട്ടും. അത് പല ആഴത്തിൽ നമ്മൾ വല വീശുമ്പോഴാണ് പെരുത്ത മീൻകൂട്ടം വരുന്നത്. ഇതൊരു വാടി ബീച്ചിലെ കപ്പലാണ്.
എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.